എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. In the figure, O is the center. And in the triangle ABC, angle C 120 degree given. And AB 6 centimeter. AB 6 centimeter. And find the radius. Circumradius കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതൊരു മോഡൽ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു സർക്കം ട്രയാങ്കിളിന്റെ ഒരു ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിന്നാൽ എ ബൈ സൈനെ ഉപയോഗിച്ച് നമ്മൾ ഡയാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് ചെയ്തിരുന്നു. അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാ ആംഗിളുകളും എന്തായിരിക്കും എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിളുകളായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ, ഒരെണ്ണം ഓപ്റ്റ്യൂസ് ആംഗിളാണ്, 120 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് സൈഡ് 6 സെന്റിമീറ്റർ ആണെന്നുണ്ട്. അപ്പൊ എ ബൈ സൈനെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയി ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്തരം കണക്കുകൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കൺസ്ട്രക്ട് എ ലൈൻ ത്രൂ ദ സെന്ററിൽ കൂടെ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, നമ്മൾ സെന്ററിൽ കൂടെ ലൈൻ പാസ് ചെയ്യിപ്പിച്ചു, സെന്ററിൽ കൂടെ ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ഡി, എ ഡി ലൈൻ വരച്ചു. ഡി സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ബി ഡി യോജിപ്പിച്ചു. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം എന്തായിരിക്കും, വാട്ട് ഈസ് ആംഗിൾ ഡി? ഡി എന്തായിരിക്കും ഇതിൽ പറയാൻ പറ്റുമോ ആണ് ചോദ്യം. ഡി എന്തായിരിക്കും? വാട്ട് ഈസ് ആംഗിൾ ഡി? ആംഗിൾ ഡി എത്ര വരിക? ഈക്വൽ ടു 180 minus 120, that is 60 degree. കണ്ടോ, 60 ഡിഗ്രി കിട്ടി ഇവിടെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എ ബി 6 ഉണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡി ഡയമീറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വാട്ട് ഈസ് ആംഗിൾ എ ബി ഡി എത്രയെന്ന് പറയാൻ പറ്റുമോ? ആംഗിൾ എ ബി ഡി എത്രയായിരിക്കും? 90 ഡിഗ്രി. കാരണം എന്താണ് ആംഗിൾ എന്താ? സെമി സർക്കിൾ. അപ്പോൾ 90 ഡിഗ്രി കിട്ടി. ആംഗിൾ എ ബി ഡി. ആംഗിൾ ഡി 60 ഡിഗ്രി. കാരണം എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആംഗിൾ ഡി 60 ഡിഗ്രി വരിക. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആംഗിൾ ബി 90 ഡിഗ്രി കിട്ടി. അപ്പോ എ ബി ഡി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി മാറിയില്ലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇപ്പൊ പഠിച്ച ട്രിഗ്നോമെട്രിയുടെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ പറയാണ് സൈൻ 60 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോ ഓപ്പോസിറ്റ് എത്രയാണ്? എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ? എ ബി ബൈ എ ഡി. ഈ സൈൻ 60യുടെ വാല്യൂ ശരിക്കുണ്ടല്ലോ, അത് ടേബിളിൽ തരില്ല, നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ 60യുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ റേഷ്യോ അനുസരിച്ച് 60യുടെ 30 60 90 അല്ലേ? അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എത്ര വരണ്ടേ? √3. 90യുടെ ഓപ്പോസിറ്റ് എത്ര വരിക? 2 അല്ലേ? അപ്പൊ സൈൻ 60 എത്ര വരിക? √3/2. അത് നമുക്ക് ഒരിക്കലും ടേബിളായിട്ട് തരില്ല കേട്ടാ. സൈൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. 60യുടെ ഓപ്പോസിറ്റ് റേഷ്യോ എത്ര വരിക? √3. അപ്പോ √3/2 is equal to എ ബി എത്രയാണ്? 6/AD നമുക്കറിയില്ല. ഇങ്ങനെയാണ് എഴുതേണ്ടത്. കണ്ടോ, 60യുടെ ഓപ്പോസിറ്റ് √3. നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെ ഡയമീറ്ററിന്റെ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എത്ര വരിക? 2. അപ്പോൾ √3/2 is equal to 6/AD. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടിപ്പോ? √3/2 6/AD.
നമുക്ക് വേണമെങ്കിൽ AD കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നുകൂടെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ AD by 6 is equal to 2 by root 3. 2 by root 3. 2 by root 3. ഇനി AD കണ്ടുപിടിക്കാം. AD is equal to 6 cross multiply. അപ്പൊ 6 into 2 by root 3. That is 12 by root 3. 12 by root 3. AD is equal to 12 by root 3. നോക്കൂ, റൂട്ട് 3 ഡിനോമിനേറ്ററിലാണ്. അപ്പൊ അത് കളയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യാ ഇതാ AD is equal to 12 by root 3. root 3 by root 3. അപ്പോൾ 12 root 3 by root 3 into root 3 3 അല്ലേ? അപ്പോൾ 12 3 പോയി 4 times. അപ്പോൾ അതിൽ വരിക 4 root 3 സെന്റിമീറ്റർ. 4 root 3 സെന്റിമീറ്റർ. അപ്പോൾ AD is equal to എത്രയാണ്? AD 4 root 3 സെന്റിമീറ്റർ വരും. 4 root 3 സെന്റിമീറ്റർ. ക്ലിയർ? ഇതാണ് സർക്കം ഡയാമീറ്റർ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? റേഡിയസ് അല്ല ചോദിച്ചേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? therefore radius is equal to 4 root 3 by 2. That is 2 root 3 സെന്റിമീറ്റർ. റേഡിയസ് is equal to 2 root 3 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണ് ഇത്തരം കണക്കുകൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 6/120 sin 120 എടുക്കാൻ പാടില്ല. മനസ്സിലായ? ഇങ്ങനെ വരച്ചിട്ട് ഡയമീറ്റർ വരച്ച് അതിനെ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ റേഡിയസ് is equal to 2 root 3 സെന്റിമീറ്റർ. ഓക്കെ. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഹാഫ് BH അല്ലേ? ആൾട്ടിറ്റ്യൂഡ് വരച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏതുമായി ബന്ധപ്പെട്ട്? ഏരിയ ഓഫ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട്. ഏരിയ ഓഫ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു 3 ഫോർമുല ഡിസ്കസ് ചെയ്യാണ്. അതാണ് അടുത്ത പോയിന്റ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. പക്ഷെ അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ ചോദ്യം പോലെ നമുക്ക് എഴുതാം. ഇതാ റഫായിട്ട് ABC ട്രയാങ്കിൾ വരച്ചു. ABC. അതിൽ B സൈഡ് സ്മോൾ ലെറ്റർ A ആന്ന് വിചാരിക്കാം. ഈ സൈഡ് സ്മോൾ ലെറ്റർ C എന്ന് വിചാരിക്കാം. സ്മോൾ ലെറ്റർ C. നമുക്ക് ഇപ്പൊ ഈ സൈഡ് A തന്ന ഈ സൈഡും തന്നിട്ടുണ്ട്, C എന്ന സൈഡും തന്നിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള ഈ ആംഗിള് ഈ ആംഗിൾ ഇപ്പൊ B എന്നാണ് പേര് കൊടുക്കാം നമുക്ക്. ഇതിന്റെ ആംഗിളിന്റെ പേരാണ് B. ഈ ഇങ്ങനെ അപ്പൊ അതായത് 2 സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും ഇൻക്ലൂഡഡ് ആംഗിൾ, 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും തന്നാൽ ഏരിയ ഇസ് ഈക്വൽ ടു നമ്മള് വേണമെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് വരച്ച് ചെയ്യാൻ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് വരച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും തന്നാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇത് നേരിട്ട് ഉപയോഗിക്കാം. ഹാഫ് ഇൻറ്റു A ഇൻറ്റു C ഇൻറ്റു സൈൻ B. ഇതാണ് ഫോർമുല. ഹാഫ് ഇൻറ്റു A ഇൻറ്റു C ഇൻറ്റു സൈൻ B. ഹാഫ് ഇൻറ്റു A ഇൻറ്റു C ഇൻറ്റു സൈൻ B ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. എങ്ങനെ കണ്ടീഷൻ? 2 sides and its included angle. തോന്നിയതല്ല കേട്ടോ, തോന്നിയ ആംഗിൾ അല്ല, 2 സൈഡിന് ഇടയ്ക്കുള്ള ആംഗിൾ തന്നാൽ ഹാഫ് ഇൻറ്റു AC ഇൻറ്റു സൈൻ B. ഹാഫ് ഇൻറ്റു AC ഇൻറ്റു സൈൻ B. അപ്പോൾ അതുകൂടെ തന്നെ വലുതാക്കി ഞാൻ ഇത് കാണിച്ചു തരാം. അതെ, ഏരിയ സിക്വൽ ടു ഇതാ ഏരിയ സിക്വൽ ടു ഹാഫ് ഇൻറ്റു AC സൈൻ B. ഹാഫ് AC സൈൻ B. ഹാഫ് AC സൈൻ B. അത് ഏത് രണ്ടും ഇപ്പൊ എയും ഇതിപ്പോ ഈ സൈഡ് B ആന്ന് വിചാരിച്ചോട്ടെ. ഇപ്പൊ എയും തന്നു ബിയും തന്നു C എന്നുള്ള ആംഗിൾ തന്നു വിചാരിച്ചോളൂ. അപ്പൊ ഇങ്ങനെ വരിക ഹാഫ് ഇൻറ്റു
എ ബി ഇൻറ്റു സൈൻ സി. ഇനി സിയും തന്നു ബിയും തന്നു, അതുപോലെ അതിൻ്റെ ഇടയിൽ ആംഗിൾ എയും തന്നു വിചാരിക്കാം. ഹാഫ് ബി സി സൈൻ എ, ഹാഫ് ബി സി സൈൻ എ. ഇതാണ് ഫോർമുല. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോർമുല ഷോർട്ട് ആക്കിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഒന്നാമത്തേത് എന്താ പറയണത് ഇതില്? അതായത് രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ തന്നാൽ ഏരിയ എങ്ങനെ ഹാഫ് എ സി സൈൻ ബി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പ്രോബ്ലം എഴുതാം. ഇതാണ് ട്രയാങ്കിൾ പി ക്യു ആർ. PQR, triangle PQR. QR 6 cm, PR 4 cm. Angle R 40 degree. Angle R 40 degree. Angle R 40 degree. Calculate area of triangle. Calculate area of triangle PQR. PQR ന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. In triangle PQR, QR 6 cm, PR 4 cm. അത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളായ R തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ക്ലിയർ? ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കൂ, ഇപ്പൊ രണ്ട് സൈഡ് തന്നെയാണ് തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയയുടെ ഫോർമുല എങ്ങനെ എഴുതാം? ഏരിയ ഇക്വൽ ടു ഹാഫ് ഇൻറ്റു, നോക്കൂ, QR ഇൻറ്റു PR ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ. സൈൻ ഏതാംഗിളാ? 40 ഡിഗ്രി. കണ്ടോ? സൈൻ 40 ഡിഗ്രി. ഹാഫ് QR ഇൻറ്റു PR ഇൻറ്റു സൈൻ 40 ഡിഗ്രി. ക്ലിയർ? സൈൻ 40യുടെ വാല്യൂസ് നമുക്ക് തരാം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? സൈൻ 40യുടെ വാല്യൂസ് എഴുതാം. സൈൻ 40, ഇത് 40യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ തരും, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എഴുതാം. ഇപ്പൊ ഇവിടെ ഏരിയ സിഗൾ ടു ഹാഫ് ഇൻറ്റു QR എന്ന് പറഞ്ഞാൽ 6, 4 ഇൻറ്റു സൈൻ 40. സൈൻ 40യുടെ വാല്യൂ 0.6428, 0.64. അപ്പൊ 0.64 എടുത്താൽ മതി. 0.6428, 4 ഡിജിറ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി 2 ഡിജിറ്റ് ആക്കണം കേട്ടോ. അപ്പൊ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 0.64. ക്ലിയർ? സിംപ്ലിഫൈ ചെയ്യാം. 2 ഇതിൽ 2 പ്രാവശ്യം പോയി. ഇപ്പൊ എത്ര വരിക? 12 ഇൻറ്റു 0.64. 12 ഇൻറ്റു 0.64. ക്ലിയർ? 12 ഇൻറ്റു 0.64 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എത്ര വരിക? 7.68 അല്ലേ, സെന്റിമീറ്റർ സ്ക്വയർ. 7.68 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുള്ള, ഇൻക്ലൂഡ് ആംഗിൾ തരണ്ട തോന്നിയ ഇതല്ല, ഇൻക്ലൂഡഡ് ആംഗിൾ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. തെറ്റില്ല. കാരണം നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് വരച്ച് ചെയ്യുന്ന അതേ ആൻസറിൽ തന്നെയാണ് ഇതും വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ തന്നെ മറ്റൊരു ഫോർമുല, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആംഗിൾ ഒബ്റ്റ്യൂസായി വന്നാൽ ഞാൻ പുറത്തേക്ക് ആൾട്ടിറ്റ്യൂഡ് വരച്ച് ചെയ്ത് ഓർമ്മയുണ്ട? അങ്ങനെ വന്നാൽ ഈ ഫോർമുല നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? അതാണ് രണ്ടാമത്തെ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം. QR 3 cm, PQ 7 cm,
ആംഗിൾ ക്യൂ 130 ഡിഗ്രി 130 ഡിഗ്രി 130 ഡിഗ്രി. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ റൂൾ ശരി തന്നെയാണ്. രണ്ട് സൈഡ് അതിന്റെ ഉള്ളിലുള്ള ആംഗിൾ അതല്ലേ ശരിയാണ്. ക്യു ആറിന്റെയും പി ക്യൂവിന്റെ ഇടയിലുള്ള ആംഗിള്. പക്ഷെ ഏരിയ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയക്ക് അതുപോലെ തന്നെ ഹാഫ് ഇൻറ്റു പി ക്യു ഇൻറ്റു ക്യു ആർ ഇൻറ്റു സൈൻ 180 മൈനസ് 130 ഡിഗ്രി 180 മൈനസ് 130 ഡിഗ്രി അങ്ങനെ എഴുതുന്നു മാത്രം. അന്ന് ഡയറക്റ്റ് 130 എന്നല്ല കൊടുക്കേണ്ടത്. സൈൻ 180 മൈനസ് 130 180 മൈനസ് 130 180 മൈനസ് 130 ഒന്നുകൂടി എഴുതാം. ഏരിയ സിക്കൽ ടു ഹാഫ് 3 into 7 into sin 180 minus 130 ട്ടാ. 180 minus 130. അപ്പൊ എന്നെ വരും ഹാഫ് ഇൻറ്റു 3 into 7 21 into sin 180 minus 130 ആണ്. 180 minus 130 അപ്പോൾ 180 minus 130 എന്ന് പറഞ്ഞാൽ എത്രയാ? 50 ഡിഗ്രി. സൈൻ 50 ഡിഗ്രി ആവും. സൈൻ 50 ഡിഗ്രി. അപ്പോൾ ഹാഫ് ഇൻറ്റു 21 ഇൻറ്റു സൈൻ 50 ഡിഗ്രി 180 മൈനസ് 130 അല്ലേ? സൈൻ 50യുടെ വാല്യൂ നിങ്ങൾക്ക് ടേബിളിൽ തരും. സൈൻ 50 0.7660 0.77 എന്ന് എടുക്കാം. ദറ്റ് ഈസ് 1/2 ഇൻറ്റു 21 ഇൻറ്റു 0.77 ക്ലിയർ. ഹാഫ് ഇൻറ്റു 21 ഇൻറ്റു 0.77. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ 21 ഇൻറ്റു 0.77 മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 8.085 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 8.085 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ. അപ്പോൾ ഈ ഫോർമുലയാണ് മനസ്സിലാക്കേണ്ടത്. ഒബ്റ്റ്യൂസ് ആണെങ്കിൽ 180 മൈനസ് ബാക്കി റൂളൊക്കെ സെയിം ഇത് തന്നെ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ഇത് ഫോർമുല പോലെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇതാ ഇപ്പൊ എ ബി സി വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. എ ബി സി. ഇത് സ്മോൾ ലെറ്റർ എ സ്മോൾ ഈ ആംഗിളാന്നാണ്. ഒബ്റ്റ്യൂസ് ആണിത്. അപ്പോൾ ഏരിയ സിക്കൽ ടു ഹാഫ് എ സി അങ്ങനെ എഴുതാണ് കേട്ടോ. ഹാഫ് എ സി സൈൻ 180 മൈനസ് ബി കേട്ടോ. ഹാഫ് എ സി സൈൻ 180 മൈനസ് ബി. തന്നിരിക്കുന്ന ആംഗിള് അതിന് 180 അത് കുറച്ച് എഴുതണം. ഹാഫ് എ സി സൈൻ 180 മൈനസ് ബി. ക്ലിയർ. ഹാഫ് എ സി സൈൻ 180 മൈനസ് ബി. ഏതിനെ? ഒബ്റ്റ്യൂസ് ആംഗിൾ ആവുകയാണെങ്കിൽ. ക്ലിയർ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം. മനസ്സിലായില്ലേ? ടേബിളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുക 30, 60, 90, 45 അല്ലാത്ത എല്ലാ ആംഗിളുകളുടെയും വാല്യൂസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. 30, 60, 90 വന്നാൽ കണ്ടുപിടിക്കേണ്ട രീതി ഞാൻ നേരത്തെ കണക്കിൽ പറഞ്ഞു തന്നു. ഒന്നുമില്ല, അതിന്റെ ഓപ്പോസിറ്റ് നോക്കുക. ആ റേഷ്യോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോട്ടിൽ എഴുതി വയ്ക്കുക.